ഹായ് ഓൾ, വെൽക്കം ടു ലേൺ അക്കാഡമി. നമ്മളന്ന് നോക്കാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ UG പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്രോഗ്രാംസിന് നമുക്ക് CUET UGയുടെ സ്കോർ കാർഡ് വെച്ചിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫീസ് എത്രയാണ്, പിന്നെ അതല്ലാതെ അതിലെ സീറ്റ് മെട്രിക്സ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കാണാൻ പറ്റും, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CUET അണ്ടർ ഗ്രാജുവേഷൻ, ഓക്കെ, അതായത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത് നോക്കാം. നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 7/7/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ പോർട്ടൽ അവൈലബിൾ ആയിരിക്കുക 17/7/2026 വരെ ആയിരിക്കും എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹരിയാനയുടെ സൈറ്റിൽ വന്നിട്ട് നമ്മൾ സമർത്ഥ് പോർട്ടൽ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. സോ അത് നമ്മൾ എങ്ങനെയാണെന്ന് പറയും. അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അവർ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ CUET UG എക്സാം എഴുതിയ കുട്ടികളാണ്. അപ്പൊ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓൾറെഡി നിങ്ങൾ എന്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ആ റെലവെന്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള പേപ്പർ കോഡ്, ടെസ്റ്റ് പേപ്പർ കോഡ്, നിങ്ങൾ ആ ഒരു കോഡിൽ വരുന്ന സബ്ജക്ട്സ് അല്ലെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ഫീസ്, ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അത് നമുക്ക് വരുന്നുണ്ട്. അതായത് മെയിൽ കാറ്റഗറിയിൽ തന്നെ ജനറൽ OBC EWS കാറ്റഗറിക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോഗ്രാമിന് നമ്മൾ സിംഗിൾ പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ വേണ്ടി 500 രൂപയാണ്. അഡീഷണൽ പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 300 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇനി ഫീമെയിൽ കാറ്റഗറി അതേപോലെ തന്നെ ജനറൽ OBC EWS കാറ്റഗറി വരുന്ന സമയത്ത് അവിടെ നമുക്ക് 200 രൂപയാണ് വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിന് 100 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. SC ST PWD ട്രാൻസ്ജെൻഡേഴ്സിന് എന്താണ് ഇവിടെ എമൗണ്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളോട്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നത്, നിങ്ങൾ മൊബൈൽ നമ്പർ ഇമെയിൽ ID ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുള്ള, അതായത് നമ്മുടെ CUETക്ക് കൊടുത്തിട്ടുള്ളത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലായിരിക്കും ബാക്കി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിൽ നമ്മളുടെ ഡേറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഡേറ്റിൽ നമ്മുടെ ഫീസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 17/7/2026 ആണ് എന്നുള്ളത് നമ്മൾ അറിയാം. ഇനി എന്തെങ്കിലും കറക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 19 വരെ ആയിരിക്കും നമുക്ക് അതിനുള്ള ടൈം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി എന്തുണ്ടാകും, നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ റാങ്ക് ലിസ്റ്റ് ഇടും. അത് കഴിഞ്ഞ് ഫസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഫീസ് 21 മുതൽ 22 ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇനി അതല്ലാതെ നമ്മുടെ ബാക്കി വരുന്ന സീറ്റിന്റെ വാക്കൻസി എന്ത് ചെയ്യും, അവർ ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ സെക്കൻഡ് കൗൺസിലിംഗിലേക്ക് പോവുക. അതിന്റെ ഡേറ്റും പറയുന്നുണ്ട് 24 അതിന്റെ ഫീസ് അടയ്ക്കുന്നത് 25 വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും വാക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ 27 അത് ഡിസ്പ്ലേ ചെയ്യും. തേർഡ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത മാസം 6-ാം തീയതി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹരിയാനയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സീറ്റ് മെട്രിക്സും കൂടെ ഒന്ന് നോക്കാം. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നിങ്ങളിപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു പ്രോഗ്രാമിനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്ര സീറ്റ് ആണ് നിങ്ങൾക്ക് ഓരോ കാറ്റഗറികൾക്കും ഉള്ളത് എന്നുള്ളത് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സൈറ്റിൽ കയറി നോക്കിയാലും മതിയാകും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഏതൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ PWOക്കിൽ തന്നെ റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് ആകെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ എക്സാം, അതായത് CUT എക്സാമിൽ നമ്മൾ ആ ഒരു സബ്ജക്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അത് എഴുതിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ +2-ൽ നിങ്ങൾക്ക് 50% അല്ലെങ്കിൽ അതിൽ മുകളിൽ മാർക്ക് വേണം എന്ന് അവർ പറയുന്നുണ്ട്. റിലാക്സേഷൻ വരുന്നുണ്ട് 5%. SC ST PWD OBC കാറ്റഗറിക്കാർക്ക് എന്താണ്, ഒരു 45% മാർക്ക് മതിയാകും. ഓക്കെ, ഇനി BWOക്കിൽ തന്നെ ബയോമെഡിക്കൽ സയൻസ് വരുന്നുണ്ട്. അത് ബയോളജി എക്സാം എഴുതിയ കുട്ടികൾക്കാണ് കൊടുക്കാൻ പറ്റുക.
അതും ഇതേപോലെ നമ്മൾ 50% +2 മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ബിവോക്ക് പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത കുട്ടികൾക്കാണ്. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് സൈക്കോളജി വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു അടിപൊളിയായിട്ടുള്ള കോഴ്സാണ്. സൈക്കോളജി കൊടുക്കാൻ നിങ്ങൾക്ക് അതിൽ നമ്മളോട് 50% മാർക്ക് വേണം എന്നാണ് പറയുന്നത്. പിന്നെ സൈക്കോളജി പേപ്പർ എഴുതിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. BSc MSc കെമിസ്ട്രിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. സോ അതിൽ പറയുന്നതും ഇതേപോലെ നിങ്ങൾ +2 സയൻസ് പഠിച്ചിരിക്കണം, അതിൽ 50% മാർക്ക് വേണം എന്നുള്ളതും 5% അതർ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ആ ഒരു 5% റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി ഇന്റഗ്രേറ്റഡ് BSc MSc മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്. അതാത് സബ്ജക്ട്സ് ആണ് എന്ത് വരുന്നത്, അതിന്റെ ഡൊമൈൻ ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫീസ് സ്ട്രക്ചർ ഫോർ UG പ്രോഗ്രാംസ് കാണാൻ പറ്റും. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് പ്രോഗ്രാം, അപ്പൊ BSc അല്ലെ, BSc പ്രോഗ്രാം ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് ആക്ച്വലി ഇവിടെ ഇത്രയും 20,000 റുപ്പീസ്, ആ ഒരു റൗണ്ട് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത്, അതായത് ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് പിന്നെ ഇയറിലാണ് ആ എമൗണ്ട് കൊടുക്കുക. പിന്നെ സബ്സിക്വന്റ് അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ വരുന്ന ഫീസ് സ്ട്രക്ചറും അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങളുടെ ഫീസ് നോക്കാം. ഇതല്ലാതെ വരുന്ന പിന്നെ നമ്മളുടെ അതർ എമൗണ്ട് എന്തൊക്കെയായിരിക്കും, പേബിൾ ആയിട്ടുള്ള എമൗണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ അതിനുശേഷം പറയുന്നത്, നിങ്ങളിപ്പോ ഫീസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് എന്തേ ഉള്ളൂ, ഗ്യാരണ്ടീഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ അടിച്ചു കഴിഞ്ഞ് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, ലേറ്റ് ഫീ ഫൈൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റീഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, റീഫണ്ട് എമൗണ്ടിന്റെ കേസാണ് പറയുന്നത്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ റീഫണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കിട്ടും. പിന്നെ ലെസ് ദാൻ 15 ഡേയ്സിന്റെ ഉള്ളിലാണെങ്കിൽ 90% ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, ഇനി 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന സമയത്ത് എന്തായിരിക്കും, 80% ആണ്. ഇനി മോർ ദാൻ 30 ഡേയ്സ് വരുന്ന സമയത്ത് 50%. 30 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, നമുക്ക് എമൗണ്ട് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് 0% ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും വരിക. അപ്പം അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം അല്ലെ. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഡേറ്റ് എന്നാണ് ക്ലോസ് ചെയ്യുന്നത്, 17 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഫീസ് എത്രയാണ്, അതായത് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, പിന്നെ ഓരോ സബ്ജക്റ്റിനും വരുന്ന ഫീസ് എത്രയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒന്നുമില്ല, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ റോൾ നമ്പർ CUT UG എക്സാമിന് കൊടുത്ത അതേ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, അതേപോലെ അവിടെ എന്താണ് കൊടുത്തത് അത് തന്നെ കൊടുക്കുക. ആപ്ലിക്കന്റെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ സ്കോർ കാർഡ് വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങളുടെ കൺസെന്റ് കൊടുത്തിട്ട് ക്യാപ്ച കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് ആക്ച്വലി പിന്നെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും സമർത്ത് പോർട്ടൽ ത്രൂ ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പോവുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു അല്ലെ. ഇനി നമുക്ക് വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് എന്തുണ്ടാകും, ഒരു OTP വരും. അത് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ആ പാസ്വേഡ് റീ എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് ഇപ്പൊ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചല്ലേ, അത് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിലേക്കാണ് പോവുക. അപ്പൊ ഡാഷ്ബോർഡിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊഫൈൽ ഈസ് നോട്ട് കംപ്ലീറ്റഡ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ ക്ലിക്ക് ചെയ്തു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ വരും, അത് കറക്റ്റ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് വാക്കന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. കാറ്റഗറി ചോദിക്കുക, അപ്പൊ SC ST അല്ലെങ്കിൽ OBC ആണെങ്കിൽ അത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിന് നമ്പർ ചോദിക്കും, അതേപോലെ തന്നെ ഡേറ്റ് ചോദിക്കും. അപ്പോൾ അത് രണ്ടും കറക്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ, മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. റെഡ് മാർക്ക് കൊടുത്തത് മാത്രം എന്ത് ചെയ്താൽ മതി, നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ആർ യു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുക. റിലീജിയൻ കൊടുക്കുക. നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, വില്ലേജ്, ഇതൊക്കെ കറക്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക.
നിങ്ങളുടെ അമ്മയുടെ പേര്, പിന്നെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കൊടുക്കാം. പിന്നെ ഫാദർ നെയിം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. അപ്പൊ മദേഴ്സ് നെയിം ഇൻ ഹിന്ദി, അപ്പൊ നിങ്ങളത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി എമർജൻസി കോൺടാക്ട് നമ്പർ അതേപോലെ ഫാമിലി ഇൻകവും കറക്റ്റ് കൊടുത്തിട്ട് ചെയ്യാം. നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ കോട്ട ചോദിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊണ്ട് കൊടുക്കാം. അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, നിങ്ങൾ എന്തെങ്കിലും ഡിസബിൾഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. ചിൽഡ്രൻ ഓർ വിഡോ ഓഫ് ആംഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. കാശ്മീരി മൈഗ്രന്റ് ആണെങ്കിൽ ആയിരിക്കില്ല, അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, അത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടേതോ നിങ്ങളുടെ പാരന്റിൻ്റെതോ കൊടുക്കാം. നമ്മൾ റീഫണ്ടിനെ കുറിച്ച് നേരെ സംസാരിച്ചു. അപ്പോൾ റീഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. കറസ്പോണ്ടൻസ് അഡ്രസ്സ് കൊടുക്കാം. നിങ്ങളുടെ വീട്ടുപേര് അതേപോലെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സിറ്റി, ഇങ്ങനെ പിൻകോഡ് കൊടുത്തിട്ട് അത് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ഡീറ്റെയിൽസ് കൊടുക്കാം. സേവ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ ഞാൻ കൊടുത്തത് എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊസീഡ് ടു നെക്സ്റ്റ് അടിക്കും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഓക്കെ ഇത് തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അവര് അതർ ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് എമർജൻസി മെഡിക്കൽ അറ്റൻഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരാളാണോ എന്നുള്ളത്. അപ്പോൾ യെസ് ഓർ നോ കൊടുക്കാം. അതല്ലാതെ നമ്മളോട് ABC ID, അതായത് ABC ID അല്ലെങ്കിൽ APAR ID എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഒരു ID ആണ്. അതുണ്ടെങ്കിൽ അതിന് നമ്പർ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ഹിയർ കൊടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കാശ്മീരി ഡൊമസി അത് ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാംഗ്വേജ് പ്രൊഫഷൻസി ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം, സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് സെഷനിലേക്ക് എത്തി അല്ലെ. ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഫോർമാറ്റ് ആണ്. JPEG JPG ഫോർമാറ്റിലാണ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കി വരുന്നതൊക്കെ PDF എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സൈസാണ് 10 KB to 500 KB തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അത് അല്ലാതെ നമ്മളോട് ചോദിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്, COTയുടെ സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡ് ചോദിക്കും, അതൊക്കെ കൊടുക്കുക. ഇതല്ലാതെ ചിലപ്പോൾ നിങ്ങളോട് ഇതേപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, ഇനി അതില്ലെങ്കിൽ എന്താണോ ചോദിക്കുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ പ്രിവ്യൂ ചെയ്യുക. നമ്മൾ ഇത്രയും കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തതായിട്ട് പ്രോഗ്രാം സെലക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഓക്കെ, ആ പ്രോഗ്രാം ഏതാണോ അത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അതിന് മുൻപായിട്ട് അവർ നമ്മുടെ എലിജിബിലിറ്റിയോടെ കാണിക്കും, ആ ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വായിച്ച് കൺഫേം ചെയ്തു, ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 10th ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ പാസ്സായിട്ടുണ്ട്, ഏത് ഇയറിലായിരുന്നു, എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ സ്കൂളിന്റെ പേരെന്താണ്, നമ്മൾ ബോർഡ് ഓഫ് സ്കൂൾ അല്ലെ ഏതാണ് എന്നുള്ളത്, പിന്നെ നമ്മൾ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കും. അതൊക്കെ കറക്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പിന്നെ ക്വാളിഫിക്കേഷനിൽ തന്നെ നിങ്ങളുടെ +2 ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൽ നിങ്ങൾ +2 പാസ്സായിട്ടുണ്ട് അല്ലെ, ഇപ്പോൾ ഈ ഇയറിലാണെന്നുണ്ടെങ്കിൽ 2026 കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെന്ന് കൊടുക്കുന്നു, കറക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ സ്കൂള് അതേപോലെ ബോർഡ് കൊടുത്തു, +2ന്റെ സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണെന്ന് കൊടുത്തു, ഡിവിഷൻ കൊടുത്തു. പിന്നെ നിങ്ങൾ എന്താണ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും, യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് എഗെയിൻ നിങ്ങൾ അപ്ലോഡിലേക്ക് എത്തി. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, നേരത്തെ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതല്ലാതെ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ 10th-ന്റെയും +2ന്റെയും മാർക്ക് ഷീറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ ആ ഒരു സൈസിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ CUET UGയുടെ സ്കോർ കാർഡ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ എഴുതിയിട്ടുള്ള എക്സാം ഏതൊക്കെയായിരുന്നു, അതായത് സബ്ജക്റ്റ് ഏതൊക്കെയാണ്, അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ്, അത് മാർക്കിന് വേർഡ്സ് ഒക്കെ കാണാൻ പറ്റും. അത് കറക്റ്റ് ആണ് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തതും കാണിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓക്കെ കറക്റ്റ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ സബ്മിഷനിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ ചെയ്തതോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടി നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചെക്ക് ബോക്സ് വരും. ലൈക്ക് എഗെയിൻ എന്ത് ചെയ്യാണ്, എൻഷുർ ചെയ്യാണ് നിങ്ങൾ കൊടുത്ത ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അമ്മയുടെ പേര്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെക്ക് ബോക്സ് നിങ്ങളോട് ക്ലിക്ക് ചെയ്യാൻ പറയും.
അതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സബ്മിറ്റ് ചെയ്തിട്ട് പേയ്മെന്റിലേക്ക് പോകാൻ പറ്റും. അപ്പൊ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് UPI പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയർ ആക്ച്വലി എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയുമാണ് മെയിൻലി നിങ്ങൾക്ക് ഇപ്പം CEO ഹരിയാനയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. സോ നമ്മൾ ഇവിടെ എത്തി, ഇപ്പം നമ്മുടെ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞു, ഫോം കൺഫേം ആയി. പ്രിന്റ് ചെയ്യാനുള്ള ഒരു നമുക്ക് പ്രിന്റ് PDF കാണാൻ പറ്റും, പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പരിപാടി യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. അതായത് വെരിഫൈ ചെയ്യുന്നു, മെറിറ്റ് ലിസ്റ്റ് ഇടുന്നു, അഡ്മിഷൻ ഫീസ് പിന്നെ നമ്മൾ അടയ്ക്കണം, പിന്നെ സീറ്റ് കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് മെയിൻലി പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.